ജനങ്ങൾക്കേറെ ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത്. കോഴിക്കോട് താലൂക്ക് അദാലത്തിൽ ലഭിച്ച 474 പരാതികളിൽ 280 പരാതികൾക്ക് പരിഹാരമായി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമാണ് ജില്ലയിലെ താലൂക്ക് തല അദാലത്തുകൾക്ക് നേതൃത്വം നൽകുന്നത്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത്, സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഉടനടി പരിഹാരം കാണുന്ന ഒരു സംവിധാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ലഭിച്ച അദാലത്തിൽ 474 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 280 പരാതികൾക്ക് പരിഹാരമായിരിക്കുകയാണ്. ഈ അദാലത്ത് എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. ആര്യ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി മന്ത്രിമാർ നേരിട്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ താങ്ങും തണലും കരുതലും കൈത്താങ്ങും എന്ന രീതിയിൽ ഇത്തരത്തിലൊരു അദാലത്ത്, താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചിരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്താണ് ഇത്തരമൊരു അദാലത്ത് ഉദ്ഘാടനം ചെയ്ത്. അതിനുശേഷം എല്ലാ ജില്ലകളിലെയും ഓരോ താലൂക്കുകളിൽ ഇന്നലെ അദാലത്ത് നടന്നിരുന്നു. കോഴിക്കോട് ജില്ലയിലെ താലൂക്ക് അദാലത്ത് കോഴിക്കോട് താലൂക്കുമായി ബന്ധപ്പെട്ട പരാതികളാണ് പരിശോധിച്ചിരുന്നത്. ആകെ 474 പരാതികളാണ് ഇത്തരത്തിൽ താലൂക്ക് അദാലത്തിൽ ലഭ്യമായിരുന്നത്. PA മുഹമ്മദ് റിയാസും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമാണ് കോഴിക്കോട് ജില്ലയിലെ താലൂക്കുകളിൽ താലൂക്ക് തല അദാലത്തുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്നലെ 474 പരാതികൾ ലഭിച്ചതിൽ 280 പരാതികൾക്ക് ഉടനടി പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. അതിൽ 190 പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിലും ബാക്കിയുള്ളവ മന്ത്രിമാരുടെ നേരിട്ടുള്ള ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. തുടർന്ന് ദിവസങ്ങളിൽ, അതായത് ഇന്ന് വടകര ടൗൺ ഹാളിലെ വടകര താലൂക്കിൻ്റെ അദാലത്ത് നടക്കും. രാവിലെ 10 മണിക്ക് PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രൻ തന്നെയാണ് ഈ അദാലത്തിലും പങ്കെടുക്കുന്നത്. അതിനുശേഷം കൊയിലാണ്ടി താലൂക്കിലും പങ്കെടുക്കും. കൊയിലാണ്ടി താലൂക്കിലും ഇത് സമാനമായ രീതിയിൽ താലൂക്ക് അദാലത്തുണ്ട്. താമരശ്ശേരി താലൂക്ക് അദാലത്ത്, താമരശ്ശേരി താലൂക്ക് അടിസ്ഥാനത്തിലും ഇത്തരത്തിൽ അദാലത്ത് നടക്കും. ഇതെല്ലാം ഈ മാസം തന്നെ പൂർത്തിയാക്കാൻ കഴിയും. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സർക്കാർ ഇടപെട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മന്ത്രിമാർ നേരിട്ടെത്തുക എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താലൂക്ക് അദാലത്തുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1.5 വർഷം മുമ്പ് സമാനമായ രീതിയിൽ താലൂക്ക് അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ രീതിയിൽ വിജയമായിരുന്നു. അതിൽ ലഭിച്ച പരാതികളിൽ മഹാഭൂരിപക്ഷവും പരിഹരിക്കപ്പെട്ടു. സമാനമായ രീതിയിൽ വീണ്ടും വരുന്ന പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ അദാലത്തുകൾ ആരംഭിച്ചിരുന്നത്. ഈ അദാലത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ തന്നെ 350-ലേറെ പരാതികൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഓൺലൈനായി ലഭിച്ചു. അതിനുശേഷം സ്പോട്ടായിട്ട് ഇത് ഇന്നലെ അദാലത്തിനിടയിൽ വന്നിട്ടുള്ള പരാതികളും ബാക്കി ഏതാണ്ട് 100-ലധികം പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ചിരുന്നു. ഇത്തരത്തിൽ എല്ലാ പരാതികളും കൂടി 474 പരാതികളാണ് കോഴിക്കോട് താലൂക്ക് അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്നത്. അതിൽ 280 പരാതികളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പരിഹാരം കണ്ടിരിക്കുന്നത്. ഇന്ന് വടകര താലൂക്കിലുള്ള അദാലത്ത് രാവിലെ 10 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിലും PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും തന്നെയാണ് പങ്കെടുക്കുന്നത്. സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയും അല്ലെങ്കിൽ പങ്കാളിത്തവുമാണ് ഇത്തരത്തിൽ അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് ലഭിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള അദാലത്തിൽ പങ്കെടുക്കുക വഴി തങ്ങൾക്ക് സാധ്യമായ തങ്ങളുടെ നിത്യജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്ന് അവിടെ അദാലത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷവും പറഞ്ഞു. സാധാരണക്കാരുടെ പ്രശ്നങ്ങളുടെ കൂടെ സർക്കാർ ഒപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മറ്റൊരു പദ്ധതി കൂടിയാണ് ആര്യ ഇത്തരത്തിലൊരു താലൂക്ക് അദാലത്ത് കൊണ്ട് പൂർത്തിയാവുന്നത്. ശരി, എന്തായാലും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സർക്കാർ നേരിട്ടിറങ്ങുന്ന താലൂക്ക് തല അദാലത്തുകൾ ഓരോ ജില്ലയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.